ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ ശുഭവേളയിൽ കാരുണ്യത്തിൻ്റെ കടലായ പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുഹൃത്തുക്കളെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനം ചെയ്യുമ്പോൾ ഒരുപാട് ത്യാഗവും ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വന്നിരുന്നു. മക്കയിലെ തൻ്റെ സ്വന്തം കുടുംബക്കാർ അൽ അമീൻ അസ്വാദിഖ് എന്നൊക്കെ വിളിച്ചിരുന്നവർ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനം ചെയ്യുമ്പോൾ കള്ളനാണ് മുഹമ്മദ് എന്ന് പോലും വിളിച്ചു. മാത്രമല്ല, നബിയെയും തൻ്റെ അനുയായികളെയും ഒരു തരി ധാന്യം പോലും നൽകാതെ അവർ ബുദ്ധിമുട്ടിച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും മലകളുടെ മുകളിൽ വെറും പച്ചച്ചൊപ്പ് മാത്രം കഴിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്നു. ഇതൊക്കെ സഹിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ ലോകമെമ്പാടും എത്തിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ നബിയെ, താങ്കളെ ലോകത്തേക്ക് റഹ്മത്തായിട്ടല്ലാതെ അയച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ജനങ്ങളോടും കരുണ കാണിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരിക്കൽ പെരുന്നാൾ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടി വിഷമത്തോട് നിൽക്കുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എൻ്റെ പള്ളിയിലേക്ക് പോകുന്നില്ലയോ? അപ്പോൾ ആ കുട്ടി പറയുകയാണ്, എനിക്ക് പുതിയ വസ്ത്രമില്ല, എനിക്ക് മാതാപിതാക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ കൈപ്പിടിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിന്റെ പിതാവും ആയിഷ ിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി ത്വായിഫിലേക്ക് പോയപ്പോൾ അവിടുത്തെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിഞ്ഞു ഓടിച്ചു. അപ്പോൾ മലക്കുകൾ വന്ന് ചോദിക്കുകയാണ്, നബിയെ, ഞങ്ങൾ ഇവരെ നശിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വേണ്ട, ഇവരിൽ ആരെങ്കിലും ഒരുത്തൻ മുസ്ലിമായാലല്ല ഞങ്ങൾക്ക് നല്ലത് എന്ന് അത്രത്തോളം കരുണ കാണിച്ച വ്യക്തിത്വമായിരുന്നു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ നബിയെ പിൻപറ്റാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.